ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണലിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ LDF വളരെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. BJPയുടെ പല കണക്കുകൂട്ടലുകളും തകിടം മറിഞ്ഞ് അവിടെ LDF അധികാരത്തിൽ വരുന്നത് കാണാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. BJP നേതൃത്വം വിജയം ഉറപ്പിച്ചു പറയുന്ന ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഇത്തവണ LDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF ഉള്ളത്. ആറ്റിങ്ങലിൽ 65,000 വോട്ടുകൾക്ക് V മുരളീധരൻ വിജയിക്കുമെന്നും 25,000-ലേറെ വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇരു മണ്ഡലങ്ങളിലുമായി ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരെയാണ് BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇരുവരും കേന്ദ്ര സഹമന്ത്രിമാരാണെന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇവിടെ LDFന്റെ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ് നേതൃത്വം. LDFന്റെ ഉറച്ച മണ്ഡലമായ ആറ്റിങ്ങൽ ഇത്തവണ തിരിച്ചു പിടിക്കുന്നതിനായി CPIM ജില്ലാ സെക്രട്ടറി V ജോയിയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. പ്രചാരണവേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ശക്തമായ ജനപിന്തുണ ജോയിക്കുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് LDF വിജയിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് BJPക്കുള്ള അടിയായി മാറിയിരിക്കുകയാണ്. BJP ഏറെ പ്രതീക്ഷിച്ച മണ്ഡലം ഇനി LDFന് സ്വന്തമാണ്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രതിനിധിയായിരിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ മികച്ച സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തെയും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇരുവരുടെയും വിജയം LDFന് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ചോ അവരുടെ വിജയത്തെക്കുറിച്ചോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് അവരിൽ വിജയപ്രതീക്ഷ തെല്ലും ഇല്ലെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പലരും പറഞ്ഞതുപോലെ ജൂൺ 4 പുതിയ തുടക്കമാകും. ചിലരുടെ പ്രതീക്ഷകളായി തന്നെ നിലനിൽക്കും. LDFന്റെ പൂർണ്ണ വിജയം ഉറപ്പാക്കുന്നതും കാണാം.